സംശയം വേണ്ടിയോ മനമേ, കരുതിയോമവൻ നിനക്കായി ദിനവും. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കർത്താവ് നമുക്കിന്നും ഒരു കൂട്ടായ്മയിൽ കൂടി നൽകി തന്നല്ലോ. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയും ഇനിയും ചെയ്യുവാനിരിക്കുന്നതൊക്കെയും നമുക്ക് ശ്രദ്ധയോടെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് നാം കർത്താവിന്റെ നാളിലേക്ക് വേണ്ടി ഒരുങ്ങുന്ന പാത്രങ്ങളായി നമ്മെ നിലനിർത്തുവാൻ ഇടവരട്ടെ. നമ്മളിന്ന് വായിച്ചു കേട്ട വചനഭാഗം സഹിഷ്ണുതയെക്കുറിച്ചാണ്. സഹിഷ്ണുത എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം, അതിന്റെ വില അറിയണമെങ്കിൽ ഈ ലോകത്തിൽ ഇന്ന് വാഴ്ചകളും അധികാരങ്ങളുമാണ് ഭരിക്കുന്നത്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. എന്നാൽ ഭൂമി ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഭൂമിയിലുള്ള വിവിധ സ്ഥലങ്ങളും അതിന്റെ ഭരണങ്ങളും ദുഷ്ടന്മാരുടെ കയ്യിലാണ്. അവരാണ് ഈ വാഴ്ചകളും അധികാരങ്ങളും എന്നൊക്കെ പറയുന്നത്. അതാണ്. അങ്ങനെ ഈ ലോകം മുഴുവനും ഓരോ ഭാഗങ്ങളും ഇന്ന് ദുഷ്ടൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാഴ്ചകളും അധികാരങ്ങളും അത് ദൈവത്തിന്റെ ജനത്തിനെതിരാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെയോ വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അപ്പൊ ഇന്ന് ദൈവത്തിന്റെ ജനത്തിന് ഇതെതിരാണ്. എന്നാൽ ഈ കാലം മാറി വന്നതിന് ശേഷം വാഴ്ചയും അധികാരവും ക്രിസ്തുവിനും അവന്റെ വിശുദ്ധന്മാർക്ക് ലഭിക്കും. അന്ന് ക്രിസ്തു ആയിരിക്കും എല്ലാറ്റിനും അധിപതിയായിട്ട് വാഴുന്നത്. എന്നാൽ ക്രിസ്തുവിനോടുകൂടെ ആര് വാഴും? ക്രിസ്തുവിനോടുകൂടെ വാഴുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവർ വാഴും. ക്രിസ്തുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനപ്രകാരം എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സ്വഭാവം പ്രാപിക്കുന്നത്? അതിനാണ് കർത്താവിന്റെ വചനം പറയുന്നത്, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അപ്പൊ ക്രിസ്തുവിന്റെ സ്വഭാവം പ്രാപിച്ച് ക്രിസ്തുവിനൂടെ വാഴണമെങ്കിൽ, അതായത് ഇന്നത്തെ അധികാരം മുഴുവനും മാറി ക്രിസ്തു അധികാരത്തിൽപ്പെട്ട് അവനോടുകൂടെയുള്ള ദൈവജനം അധികാരം പ്രാപിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവം പ്രാപിക്കണം, അതിനെ സഹിക്കണം. അങ്ങനെ സഹനത്തിലേക്ക് എത്തണമെങ്കിൽ അവൻ കഷ്ടം അനുഭവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് കഷ്ടം അനുവദിച്ചിരിക്കുന്നത്. ക്രിസ്തുവേശുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ കഷ്ടത വന്നാൽ അവന് സഹിക്കാൻ പറ്റില്ലെന്നറിയാം. ഒരു മനുഷ്യനും കഷ്ടത സഹിച്ച് അത് നേടാൻ സാധ്യമല്ല. അതിന്റെ കാരണം എല്ലാ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള സഹിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതായത് ചിലർക്ക് ശരീരത്തിൽ അല്പം ദണ്ഡനമേറ്റാൽ സഹിക്കാൻ പറ്റില്ല. ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്തോ. ശരീരത്തെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ചിലർക്ക് അപമാനിച്ചു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല. ചിലർക്ക് സാമ്പത്തിക നഷ്ടം വന്നാൽ അത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഓരോരുത്തർക്കും സഹനം വെവ്വേറെ തരത്തിലാണ്. കഷ്ടത സഹിക്കാൻ വരുമ്പോ ദൈവത്തിനറിയാം ശത്രു അവകാശം പറയുന്നത് ഇവന്റെ ബലഹീനതയിലാണ്. അവന് ബാക്കിയുള്ള എല്ലാം പോയാലും കുഴപ്പമില്ല, അവന്റെ അഭിമാനത്തിലാണ് തൊടുന്നതെങ്കിൽ അവൻ പ്രശ്നം ഉണ്ടാകും. അത് കണ്ടു കഴിഞ്ഞാൽ അതിലങ്ങ് തൊടാൻ വാദിക്കും. നീതിമാനായ ദൈവത്തിന് അത് സമ്മതിക്കേണ്ടി വരും. അതിലേക്ക് ശോധന വരുമ്പോ അവൻ സഹിക്കില്ല, അവൻ അതിനോട് എതിർത്ത് നിൽക്കും, സഹിഷ്ണുത എല്ലാം പോവും.
അവൻ പൊട്ടിത്തെറിക്കും. അത് ചിലർക്ക് പൈസയായിരിക്കും. പൈസ പോയാൽ സഹിക്കില്ല. അവൻ സകലതും നിയന്ത്രണം വിട്ടുപോകും. ഇങ്ങനെ ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ വന്ന് കഷ്ടത്തിലേക്ക് പോകുമ്പോൾ ദൈവം ഇതെല്ലാം അറിയുന്നു. കാരണം അവന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കല്ലേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കല്ലേ കർത്താവ്. പരീക്ഷ സഹിക്കാനുള്ള കെൽപ്പ് ഞങ്ങൾക്കില്ല. കർത്താവ് പത്രോസിനെ കുറിച്ച് പറഞ്ഞതാ. പത്രോസ് കർത്താവിന് വേണ്ടി മരിക്കാൻ നടക്കുക. അപ്പോ കർത്താവ് പറയുക, പത്രോസേ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് 3 പ്രാവശ്യം കൽപ്പന ചോദിച്ചു. ഞാൻ തടുത്ത്. കാരണം നിങ്ങളുടെ വിശ്വാസം പോയി പോകാതിരിക്കാൻ. നീ പറയുന്നതല്ലേ മരിക്കാൻ പോവാന്നൊക്കെ. ശോധന അങ്ങ് വന്നു കഴിഞ്ഞാൽ, കഷ്ടത അങ്ങ് വന്നു കഴിഞ്ഞാൽ നീ തള്ളിപ്പറയും, നീ പോകും. എന്നെ വിട്ടിട്ട് പോകും, നിങ്ങളുടെ വിശ്വാസം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞത് എന്തായാലും തിമോഥെയോസിന് ലേഖനം എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് ലഭിച്ച ദൈവശക്തിക്കൊത്തവണ്ണം കഷ്ടത അനുഭവിക്കുക. അപ്പോ അവിടെയാണ് ഒരു മനുഷ്യന്റെ ശോധന എന്ന് പറയുന്നത്. നിനക്ക് അത് സഹിക്കാൻ കഴിവില്ലെന്ന് കർത്താവ് അറിയാം. നിനക്ക് ഈ കാര്യം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം സഹിക്കും. പക്ഷെ നിനക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ നിനക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം ശത്രുവാണെങ്കിൽ ഇത് തന്നെ പറയുന്നു. എന്താ? അവന് ഇച്ചിരി സാമ്പത്തിക നഷ്ടം വരട്ടെ, അവന് അവന്റെ ശരീരത്തിലൊന്ന് തൊടട്ടെ, അവന് ഇത്തിരി അപമാനം വരട്ടെ. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പരീക്ഷയാണ് ശത്രു കൊണ്ടുവന്ന് ഇവന്റെ ബലഹീനതയെ ചോദ്യം ചെയ്ത് കൊണ്ടുവരുന്നത്. ദൈവം എന്ത് ചെയ്തു? നിവർത്തിയില്ല. അത് ശത്രു വാദിക്കുന്നത് വാദം ന്യായമാണ്. അതുകൊണ്ട് ആ പറയുന്ന പരീക്ഷ തന്നെ അവന് വരണം. അത് വന്നേ പറ്റൂ. പക്ഷേ അത് വരുമ്പോൾ അത് സഹിക്കാനായിട്ട് തന്റെ ശക്തി അങ്ങ് കൊടുക്കും, ദൈവശക്തി. ആ ദൈവശക്തിയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരു കഷ്ടതയും ഒരു സഹിഷ്ണുതയും. നാളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വരുന്നവൻ കഷ്ടമനുഭവിക്കുമ്പോൾ നാളെ വരുമ്പോ കർത്താവിന്റെ ശരീരം ഒന്നും പറയാനില്ല. എന്താണ്? സഹിച്ചത് അവനല്ല, പിന്നെയോ ദൈവശക്തിയാവും. ദൈവത്തിന്റെ ശക്തിയാവുന്നു സഹിച്ചത്. അതിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതോടുകൂടി അവൻ ഇത് മനസ്സിലാക്കാതെ ഞാനാണ് സഹിക്കുന്നതെന്ന് ആരെല്ലാം വിചാരിച്ചോ അവനെല്ലാം തെറ്റിപ്പോവും. ബാക്കി ഇത് ഞാനല്ല സഹിക്കേണ്ടത്, കർത്താവ് അതിനുള്ള ശക്തി നൽകിയിട്ടുണ്ട്. ഞാൻ ഇതിൽ ബലഹീനനാണെന്ന് വിശ്വസിച്ച് കർത്താവിനെ ആ കാര്യം ഏൽപ്പിക്കുമ്പോൾ ദൈവം കൊടുത്ത ശക്തി അവന് ഇതിനെ അതിജീവിക്കാനുള്ള അവസരം നൽകുന്നു. ആ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഈ കഷ്ടത അനുഭവിക്കാനിടയായി തീർന്നു. ഈ കഷ്ടത അനുഭവിച്ചു കഴിയുമ്പോൾ അവന് സഹിക്കാനുള്ള കെൽപ്പ് കിട്ടി. സഹിഷ്ണുത വന്നു കഴിഞ്ഞാൽ അവനടുത്തതാണ് സിദ്ധത എന്ന് പറയുന്നത്. സിദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ക്യാരക്ടർ എന്ന് കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവം, ശ്രേഷ്ഠ സ്വഭാവമാണ്. അതായത് ക്രിസ്തു യേശുവിനെ ഈ ലോകത്തിലായിരുന്നപ്പോൾ എന്ത് സ്വഭാവമായിരുന്നുവോ അതേപോലെ തന്നെയുള്ളൊരു സ്വഭാവം അവന് കിട്ടി. അവനുള്ളതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ ഞാൻ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രത്യാശയെക്കുറിച്ച് മാത്രം എന്തെങ്കിലും അത് ലഭിക്കുമോ സംശയം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും പറയില്ല. കാരണം അവന്റെ സ്വഭാവം ആ പ്രത്യാശ പ്രാപിപ്പാൻ പര്യാപ്തമാണ്. അവന്റെ സ്വഭാവം ഉള്ളവർക്കാണ് ആ പ്രത്യാശ ഉള്ളത്. അതുകൊണ്ട് അവന് യാതൊരു അധൈര്യവും ഇല്ല. അത് അവിടെ ചെല്ലാനൊന്നും ഒരു സംശയമില്ല. ആ സ്വഭാവത്തിലുള്ളവർക്കാണ് നാളെ കർത്താവിനോട് വാഴാനുള്ള പ്രത്യാശ ഉറപ്പായി കിട്ടുന്നത്. നാളെ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇതാണ്. നമ്മൾ രണ്ടാമത് കേട്ടല്ലോ, ന്യായവിധി ദിവസത്തിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരിക്കേണ്ടതിന്. എന്താണ് ന്യായവിധി ദിവസത്തെ ധൈര്യം? ന്യായവിധി ദിവസത്തിൽ വരും. അപ്പോൾ പറയുന്നത് പ്രകാരമാണ്, കർത്താവേ, യേശു ഈ ലോകത്തിൽ ആയിരുന്നത് പോലെ തന്നെയാണ് ഞാനും ആയിരുന്നത്. യേശു ഈ ലോകത്തിൽ സഹിച്ചതുപോലെ തന്നെ ഞാനും സഹിച്ചു. യേശു ഈ ലോകത്തിൽ
എങ്ങനെ സഹിച്ച് വളർന്ന് ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തിയോ അതേ ലക്ഷ്യത്തിൽ തന്നെയാണ് ഞാൻ ഈ ലോകത്തിലായിരുന്നത് എന്ന് പ്രാഗൽഭ്യത്തോടെ ന്യായ ദിവസത്തിൽ പറയാൻ കഴിയുമെന്നാണ് നമ്മൾ രണ്ടാമത് കേട്ടത്. എന്തായിരുന്നാലും കർത്താവിന്റെ സന്നിധിയിൽ ആ പ്രത്യക്ഷ ദിവസത്തിൽ ഇതാ നമുക്ക് ഒരുമിച്ച് അത് പ്രാപിക്കാൻ തക്കവണ്ണം ദിവ്യ സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ തക്കവണ്ണം കർത്താവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം സ്വർഗീയ പ്രത്യാശ. അത് പ്രാപിക്കണമെങ്കിൽ നമുക്ക് ദിവ്യ സ്വഭാവം, അത് പ്രാപിക്കണമെങ്കിൽ സഹിഷ്ണുത, സഹിഷ്ണുത പ്രാപിക്കണമെങ്കിൽ കഷ്ടത അനുഭവിക്കുക. കഷ്ടത നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. പിന്നെയോ ദൈവശക്തി, അതിനുള്ളത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ആശ്രയിച്ച് ഈ കാലഘട്ടം തരണം ചെയ്യാം, അവസരങ്ങൾ തരണം ചെയ്യാം. ഒരു പ്രയാസവും ഇല്ല. ഓടുന്നത് ഞാനല്ല, ദൈവകൃപയത്രേ. പ്രവർത്തിക്കുന്നത് ഞാനല്ല, ദൈവകൃപയത്രേ. സഹിക്കുന്നത് ഞാനല്ല, ദൈവശക്തി അത്രേ. ഞാൻ ചെയ്യുന്നത് ഞാനല്ല, എന്നോടുള്ള കർത്താവ് അത്രേ. ഈ ഒരു ധൈര്യത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ സംശയം കൂടാതെ, യാതൊരു തരത്തിലുള്ള ഭാരവുമില്ലാതെ, കഷ്ടതയിൽ വലഞ്ഞു പോകാതെ ആ ദിവസത്തിലേക്ക് വേണ്ടി കർത്താവ് ഒരുക്കും. വിദഗ്ധതയിൽ മഹത്വത്തിലേക്ക് ചേർത്ത് നമുക്ക് മുട്ടുകൾ അടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ,